ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഉദാഹരണം ഇവിടെ കാണുന്നത് ഈ പഴയ റോഡ് താന്നു പോവാണ്. ഇവിടെ മാത്രല്ല കൂടെ പോണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം റീമേക്ക് ചെയ്യണം. പയങ്കുളം പാഞ്ഞാൾ ആലിൻചുവട് മുതൽ സദേൺ സഹാറ കോറി വരെ നീളുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. സദേൺ സഹാറയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് BMBC നിലവാരത്തിൽ നടത്തുന്ന നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും അശാസ്ത്രീയതയും ഉണ്ടെന്ന് ആരോപിച്ചാണ് ജനങ്ങൾ രംഗത്തിറങ്ങിയത്. നിലവിൽ 6 മീറ്റർ മാത്രം വീതിയുള്ള പഞ്ചായത്ത് റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് ഭാരിച്ച ലോറികൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് നിലവിലെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാഞ്ഞാൾ പഞ്ചായത്തിൽ നമ്മുടെ ആലിഞ്ചോട് പ്രദേശത്ത് പയങ്കുളം മേഖലയിലും ഇവിടെ ഒരു ക്വാറി പ്രവർത്തിക്കുന്ന വിവരം, കുറേ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തിക്കുന്ന വിവരം, ഒരുവിധം ജനങ്ങളെല്ലാവരും നമ്മൾ അനുസരണയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി എന്ന നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ ക്വാറി അതിവിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് സഹാറ എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി നമ്മുടെ നാട്ടിലൂടെ ഈ ചെറിയ ഗ്രാമത്തിലൂടെ വലിയ വലിയ ടോറസുകളുടെ ശല്യം നമുക്ക് നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പൊടിശല്യം, അതേപോലെ റോഡുകളുടെ നല്ല ടാർ ചെയ്ത റോഡുകൾ വരെ ഈ ടോറസ് അമിതമായ പോക്ക് മൂലം സത്യം പറയുകയാണെങ്കിൽ ജനങ്ങൾ ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. ഈ കംപ്ലൈൻറ്റുമായി നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ പഞ്ചായത്തിൽ പരാതി സമർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് നിർത്തിത്തരണമെന്ന് താഴ്മയോടെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന് ആദ്യ നടപടി എന്ന നിലയിൽ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ടോറസ് പോകാനുള്ള നിയമം ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്, പല രീതിയിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി നാട്ടുകാരുടെ ഒത്തൊരുമയോടുകൂടി എല്ലാവരും കൂടിയിട്ട് പഞ്ചായത്തിൽ പരാതി സമർപ്പിച്ച് ഈ ചെറിയ 2.5 മീറ്റർ വീതിയുള്ള ഈ റോഡിലൂടെ എങ്ങനെയാണ് ഇത്രയും വലിയ ടോറസ് പോവുക എന്നുള്ള ചോദ്യം സെക്രട്ടറിക്ക് മുന്നിൽ നമ്മൾ സമർപ്പിച്ചു. ഇതിനായി വ്യക്തമായിട്ടൊരു നിയമം ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഈ റോഡിലൂടെ കോടതി വിധി പ്രകാരം 12 ടണ്ണ് വരെ പോകാവുന്ന വണ്ടികളെ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലയിലത്തെ സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ള സെക്രട്ടറിക്ക് പോലും അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ ഞങ്ങൾ 2 മാസമായി നിരന്തരം ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഞങ്ങൾ ആ ബോർഡ് സമർപ്പിച്ചു. അതിനുശേഷം ഇന്ന് ഇതേ ക്വാറിക്ക് എന്ത് അനുമതിയുടെ പേരിലാണെന്നറിയില്ല, അതിന് പ്രത്യേകമായ രേഖയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾ ബോർഡ് സമർപ്പിച്ച ശേഷം ഇന്ന് കാലത്ത് അവരുണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളും കൂടി JCB കൊണ്ട് മാന്തി അവർ റോഡ് വീതി കൂട്ടാൻ നോക്കുന്നു. ഇതാരെ അനുമതി കൊടുത്തു എന്ന് അറിയില്ല. ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്കം വീണ്ടും ഈ സംരംഭം നടത്തിയിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മുൻനടപടികൾ സെക്രട്ടറി എത്രയും പെട്ടെന്ന് കൈക്കൊണ്ട് ഇതെന്താണോ ഇതിന് രേഖ, എന്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായ നടപടി ഇതിൻ്റെ മേലധികാരികൾ പറയുന്നു. റോഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യാതെ നടത്തുന്ന ഈ പ്രവൃത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ആലിൻചുവട് മുതൽ പയങ്കുളം UP സ്കൂൾ വരെയുള്ള കണക്ഷൻ റോഡ് മുഴുവനായും BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. 15-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അവിടെ ഈ വിഷയം പെട്ടെന്ന്, അതായത് റോഡിൻ്റെ വീതി കൂട്ടാൻ സദേൺ സഹാറ എന്ന പ്രൈവറ്റ് കമ്പനി ക്വാറിക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവർ വെച്ചു. ഇത് വന്നത് ജനങ്ങളുടെ പ്രക്ഷോഭം പ്രമാണിച്ച് അവർ പെട്ടെന്ന് കൊണ്ടുവന്നൊരു തീരുമാനമാണ്. ഇത് ഒരു ചർച്ചയ്ക്ക് ഒരു ഗ്രാമസഭയിൽ അവതരിപ്പിക്കാനോ കാത്തു നിൽക്കാതെ 20-ാം തീയതി അവസാനത്തെ കമ്മിറ്റി, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവസാനത്തെ കമ്മിറ്റിയുടെ അവസാനത്തെ മീറ്റിംഗ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് അവസാനം പോയിട്ട് AE ഓവർസിയർ എല്ലാവരും ഒപ്പുവെച്ച് ഈ പ്രമേയം അവർ പാസ്സാക്കി. അതായത് CSR ഫണ്ടിൻ്റെ ഭാഗമായി സദേൺ സഹാറയ്ക്ക് ഈ റോഡ് സ്വന്തം ഇതിൽ പണിയാനുള്ള അവകാശം കൊടുത്തു. CSR
നിയമം വെച്ചിട്ട് അവർ ആ ഫണ്ട് പഞ്ചായത്തിൽ കെട്ടിവെക്കുകയാണ് വേണ്ടത്. ഈ റോഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിലെന്തെങ്കിലും നവീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിലനിൽക്കുകയാണ്. അതായത് സെക്ഷൻ 169, സെക്ഷൻ 170, സെക്ഷൻ 220 അതിൽ നിലനിൽക്കുകയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. ഭരണസമിതി ഇറങ്ങിപ്പോണ സമയത്ത് ചെയ്തു വെച്ചാണ്. പുതിയ മെമ്പർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല, കാര്യങ്ങളുടെ വിശദവുമില്ല. പഴയ ഭരണസമിതി ഇത് എഴുതി വെച്ച് പോയതാണ്. അതിൽ ഒരു അഴിമതി ഉണ്ടെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. എന്തെന്നാൽ ആദ്യമായിട്ട് 15-ാം തീയതി ഈ ഒരു മുമ്പോട്ട് വരികയും റിക്വസ്റ്റ് വരികയും 20-ാം തീയതിക്കുള്ളിൽ AE എസ്റ്റിമേറ്റ് ഇടലും AE ഓവർസിയർ വന്ന് കാണലും എല്ലാം ചെയ്തുകൊണ്ട് 21 ഇന്ന് പണി തുടങ്ങി. അതിൽ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ ഒന്നുകൂടി ഇതിനെ വീണ്ടും ഒന്ന് ചർച്ച ചെയ്ത് പുതിയ ഭരണസമിതി ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കണം. CSR ഫണ്ടിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. പല സെക്ഷനുകൾ, അതായത് സെക്ഷൻ 3, സെക്ഷൻ 165, സെക്ഷൻ 166 പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി വയ്ക്കുന്നത്. ഒരു ഗ്രാമസഭ വെച്ച് ജനങ്ങളുടെ തീരുമാനം എന്താ വെച്ചാൽ പഞ്ചായത്ത് സ്വത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടി അനുവാദത്തു കൂടി മാത്രമാണ് വേറെ വ്യക്തിക്ക് കൈമാറുന്നത്. CSR ഫണ്ട് പരമായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡാമേജ് വരുത്തിയ റോഡിന് റിപ്പയർ ആണ് അവർക്ക് അവകാശം കൊടുക്കുന്നത്. അത് മാത്രമല്ല, അത് ടെൻഡർ വെച്ച് പ്രോപ്പർ രീതിയിൽ പഞ്ചായത്ത് മുൻകൂട്ടി ഇവർ ഓവർസിയർ ഉണ്ടായിരുന്നില്ല, AE ഉണ്ടായിരുന്നില്ല, ആരും തന്നെ ഇല്ലാണ്ടാണ് ഈ റോഡ് പണി നടത്തുന്നത്. നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പാതയോരത്തെ മരങ്ങൾ മുറിച്ചും വൈദ്യുത പോസ്റ്റുകൾ വശങ്ങളിലേക്ക് മാറ്റിയും ഫുട്പാത്തും കാനയും നിർമ്മിച്ച് കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ സ്വകാര്യ ലാഭത്തിനല്ല, മറിച്ച് പ്രദേശവാസികളുടെ പൊതുവായ ഗുണത്തിനാകണം CSR ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതോടെ പ്രദേശം വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് വേദിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.